ശിവാവ് പോരണേ. രണ്ടാളൊരു ചാക്കിൽ കുത്തിയിരുന്നിട്ട് ഒരു കുഴിയൊക്കെ എടുത്ത് വെച്ചോണ്ടിരുന്നിട്ട് ഇത് പോരണ. ആ എടുക്കാനല്ലേ? അയ്യടാ, നേരത്തെ എടുക്കണല്ലേ? എടുക്കണല്ലേ? മേത്ത് കുത്തി പിടിച്ച് കയറി കഴിഞ്ഞ്. നിങ്ങളുടെ പേരുമാതിരി കയറില്ല കേട്ടോ. ചേച്ചിയൊക്കെ കാലൊക്കെ മുറിഞ്ഞു. വീട്ടിൽ ചേച്ചിനെ കിട്ടേ കറമ്പി പെണ്ണിൻ്റെ അല്ലേ അല്ല വേണോ? ആവശ്യമെങ്കിൽ കിട്ടായിട്ടോ, ആവശ്യമെങ്കിൽ കിട്ടണ്ട. മുത്തുമണീൻ്റെ കസേര ഒഴിവാ. മുത്തുമണി നേരത്തെ വന്ന് നേരത്തെ കയറിപ്പോയി. അല്ല, മുത്തുമണി ഇവിടെ ഉണ്ട്. മുത്തുമണി തന്നെ പൊന്നുമണിയാണ് വരാൻ. പൊന്നുമണി വന്നപ്പോൾ തന്നെ പോയി. ഒരാൾ എടുക്കാൻ പറഞ്ഞോണ്ടില്ല. ഭയങ്കര വേള. ഒറ്റയ്ക്ക് കസേരയിൽ കിടന്ന് ചാച്ച് കളിക്കുന്ന കളി. തലയും കൂട്ടി താഴെ വീഴരുത് കേട്ടോ. നിലച്ച് മുത്തുമണി താഴോട്ട് വീഴരുത് കേട്ടോ. ഇഞ്ചിപ്പ കയ്യൊക്കെ കഴിച്ച് അമ്മേന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ വരാം. ഒക്കത്ത് കയറാനാ. വരാം കേട്ടോ. ജീഷാതിലകൻ കുറേ പരാതികൾ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ന് ജീഷാതിലകൻ പരാതി കൊടുക്കും പട്ടികളെ വളർത്തണേ. നാളെ കെട്ടിയവൻ പോയി പരാതി കൊടുക്കും. മറ്റന്നാൾ കൂട്ടുകാരൻ പോയി കൊടുക്കും. അതിൻ്റെ പിറ്റേന്ന് ബന്ധു പോയി കൊടുക്കും. അതിൻ്റെ പിറ്റേന്ന് അയൽക്കാരൻ പോയി കൊടുക്കും. അങ്ങനെ ഇവർ മാറ്റി ഒരേ പരാതിക്കാരെ സെക്രട്ടറിയുടെ അടുത്തേക്ക് വിട്ട് സെക്രട്ടറിക്ക് അവിടെ ഇരിക്കാൻ പോകുന്നില്ലാണ്ടായി. സെക്രട്ടറിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. എന്നിട്ട് ഇത്രയും പരാതിയൊക്കെ കൊടുത്ത് പോലീസിനും ഹെൽത്തിനും പഞ്ചായത്തിനും ഒക്കെ കൂടി കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഫാമില്ലാന്നും പറഞ്ഞ് ഹെൽത്തിലെ സാറിനെ അവർ വിളിച്ച് റോഡിൻ്റെ അപ്പുറത്തോടെ കൊണ്ടുപോയി ഫാം ഇല്ലയെന്നും പറഞ്ഞ് വീടാണ് മാത്രമുള്ളൂ ഫാമില്ലാന്നും പറഞ്ഞ് ജാതിക്കടയ്ക്ക് വളം ഇട്ടതൊക്കെ പട്ടികളുടെ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി കാണിച്ചു കൊടുത്തു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സാറ് ചാക്കോരനെ പോയി നോക്കിയാൽ മനസ്സിലാവില്ലേ ചപ്പും ചവറും ചാരവും ചാണപ്പൊടിയൊക്കെ ഇട്ടതെന്നാണ്. അപ്പം അവിടെ നിർത്തി കാണിച്ചു കൊടുത്തു. അതും വിശ്വസിച്ച് തിലക അങ്ങനെ പറഞ്ഞപ്പോൾ അതും വിശ്വസിച്ച് ഹെൽത്തിലെ സാറ് പോയി. അപ്പം പട്ടികളെ ഒന്ന് മാറ്റണം എന്നാണ്. അപ്പം അന്ന് സെക്രട്ടറിയും പോലീസിനെ കൊണ്ട് പോലീസിനോട് സെക്രട്ടറി പറയുന്നതാ, ഇവരെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലീസിന് സഹായം തേടുമ്പോൾ വിളിച്ചാൽ വന്നോളും. പോലീസും തലയാട്ടിയിട്ട് പോയി. എന്നിട്ട് ഈ തെറ്റിദ്ധരിപ്പിച്ചതിന് ആർക്കും ഒരു മനസ്സിലാക്കലില്ല. ഇവരൊക്കെ രേഖാമൂലം എഴുതി കൊടുക്കല്ലേ. ഞാനെൻ്റെ വായന അതുകൊണ്ടല്ലേ പറയണം. ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു പരാതി കൊടുത്തിട്ടില്ല. അവരൊക്കെയാണ് പരാതി ഇടയ്ക്കിടയ്ക്ക് ഒരേ CI മാറുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. ഒരേ സെക്രട്ടറി മാറുമ്പോഴും പഞ്ചായത്തിൽ പരാതി കൊടുക്കും. ഇങ്ങനെ കൊടുത്ത് അവരുടെ പരാതി കൊണ്ട് പഞ്ചായത്തും പോലീസ് സ്റ്റേഷനൊക്കെ നിറഞ്ഞിരിക്കുക. ഞാനിതുവരെ ഒരു പരാതി കൊടുത്തിട്ടുമില്ല. ആരെങ്കിലും പരാതി കൊടുത്താൽ അതിനൊരു വിശദീകരണം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇന്നുണ്ട് ഇപ്പം ജീഷാതിലക അപ്പുറത്തെ വീട്ടിൽ നിന്നിട്ട് പറയണ്ട, നമ്മളിപ്പോൾ ഈ കൊടുത്ത പരാതിക്ക് അവരിപ്പോൾ കൊടുത്ത പരാതി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടേ മണമുണ്ടെന്നും പറഞ്ഞ് ഒരു പരാതിയും കൂടി നമുക്ക് അങ്ങോട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പട്ടികളെ മാറ്റിയില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറയുന്നു ജീഷാതിലകൻ പറയുന്നു. അപ്പോൾ മണമില്ല എന്ന് പറഞ്ഞവർക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് പിന്നിലൊരു വാഴത്തോട്ടമുണ്ട്. അവിടെ മിക്കപ്പോഴും ഈ കോഴിക്കാട്ടം കൊണ്ടുവന്നിട്ട് ഇച്ചിരി മണ്ണിട്ട് ആ മോട്ടർ അങ്ങോട്ട് അടിച്ച് വിടും. അപ്പോൾ വെള്ളം നനയുമ്പോൾ ആ കോഴിക്കാട്ടത്തിൻ്റെ സ്മെല്ല് ഇങ്ങോട്ട് വരില്ലേ. അങ്ങനെ സ്മെല്ല് വരുമ്പോൾ അപ്പം കൊണ്ട് പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ഇവർ പരാതി കൊടുക്കും. മണം വരുന്ന അപ്പുറത്ത് ചാണപ്പൊടി അപ്പുറത്ത് കൊണ്ട് കോഴിക്കാട്ടിട്ട് വെള്ളം നനച്ചിട്ട് അത് പറയില്ല.